അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും എനിക്കൊരു പഴംപൊരി കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നിയതേ അടുക്കള ചെന്നപ്പോൾ ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും മടിച്ചില്ല, നേരെ അടുക്കളയിലേക്ക് ചെന്നിട്ട് തേണ്ടേ നമ്മൾ പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ അതേ കുറച്ച് മൈദയിലേക്ക് അരിപ്പൊടി, പഞ്ചസാരയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചെറിയ ചൂടുവെള്ളത്തിൽ ഞാൻ മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചു. നേരെ പിന്നെ നമ്മുടെ പഴം എടുത്തിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് നമ്മുടെ മാവിലേക്ക് മുക്കി തേണ്ട പഴം ഓരോന്നായിട്ട് ഞാൻ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു ചായയും കൂടി റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ ഇളയ മകൻ എഴുന്നേറ്റ് പോന്നു കേട്ടോ. അവൻ്റെയോ നല്ല ഉറക്കമായിരുന്നു. അപ്പം അവൻ അവിടെ കിടന്ന് കരഞ്ഞപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്ന് അവനെ കുറച്ച് കരച്ചിലൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ നേരെ ടി വി കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവനെ കളിപ്പിച്ചുകൊണ്ട് ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്ന അപ്പനും മക്കളും എല്ലാം തിരിച്ചു വന്നു കേട്ടോ. വൈകുന്നേരമായിട്ടോ ഈ സമയം. അവർ കോതമംഗലത്താണ് പോയിരുന്നത്. അപ്പോൾ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും വൈകുന്നേരമായി. ഇന്ന് തേണ്ട കുഞ്ഞിനെ ചേട്ടൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുകയാണ്. പിന്നെ പോയ വിശേഷങ്ങളെല്ലാം ചോദിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. അവർ ഓരോന്ന വഴിക്കൊന്ന് കടയിൽ കയറിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നത് കേട്ടോ. എങ്കിലും ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ്.